നമ്മൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഉപയോഗിക്ക വേണ്ടാം. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എത്തിയത് ഇന്നത്തെ റോഡ് ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് ആദിയോഗി യോഗ സെന്ററിലേക്കാണ്. കോയമ്പത്തൂരാണ്. നിസ്സാര ദൂരമൊന്നല്ല, 160 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തോളമായി. ഇതുവരെയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പോകുന്നത് ബൈക്കിലാണ് കേട്ടോ. കുറച്ച് റിസ്ക് ആണ്, എന്നാലും നമ്മളുടെ ലൈഫിൽ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുന്നതല്ലേ. ഞങ്ങളൊരു കാര്യം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 50 km/h മേലേക്ക് പോവില്ല എന്ന്. ഹൈവേ ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആണല്ലോ റോഡ്. അപ്പൊ നമുക്ക് നന്നായിട്ട് പിടയ്ക്കാൻ തോന്നും. എന്നാലും പിടച്ചൊന്നുമില്ല. നമ്മൾ ആ മെയിൻറ്റെയിൻ ചെയ്ത് എന്താണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആക്സിഡന്റുകൾ ഇപ്പം നമ്മുടെ റോഡിൽ നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ട് പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പോകുന്ന സമയം ഏകദേശം 7 മണിക്ക് മുന്നായിട്ട് ഈ യോഗ സെന്ററിൽ എത്തണം. അപ്പോഴാണ് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ആവാന്ന് നമുക്ക് ഗൂഗിളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പൊ ഗൂഗിൾ മാപ്പിലെ സമയം നോക്കുമ്പോൾ 3.5 മണിക്കൂർ കൊണ്ട് ഏകദേശം എത്തുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ യോഗ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 34 മീറ്റർ ഹൈറ്റ് 25 മീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള ഒരു ശിവന്റെ സ്റ്റീൽ സ്ട്രക്ചർ ആണ് അവിടെ ഉള്ളത്. 500 ടണ്ണാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ വെയിറ്റും ഇതിന്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്ര വലുതായിരിക്കും. പിന്നെ അവിടെ ലൈറ്റിങ് മാത്രമല്ല അവിടുത്തെ പ്രോഗ്രാം ഉള്ളത്. കാലത്ത് 5 മണിക്ക് തൊട്ട് തന്നെ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് യോഗ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും നോക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങൾ എത്താൻ പോകുന്ന ഏകദേശം ഇപ്പൊ തന്നെ നല്ല ഡിലേ ആയിട്ടുണ്ട്. ഞങ്ങൾ പതുക്കെ ഓരോ സ്ഥലത്തൊക്കെ നിന്ന് കാണാൻ പറ്റുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 7:10-15 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ പാർക്കിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ. 10 രൂപ മാത്രം പാർക്കിംഗ് ചാർജ് ഉള്ളൂ. ഈ ഷോ കാണാനായിട്ട് 1 രൂപ പോലും നമ്മൾ ഇന്ന് വാങ്ങുന്നു. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേസർ ഷോ ഉണ്ടാവില്ല. അതും കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം പോവാനായിട്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒരു 3 മണി 4 മണി സമയത്ത് അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. ഈ ലേസർ ഷോന്റെ ടൈമിങ് ഗൂഗിളിൽ എഴുതിണ്ടായിരുന്ന 7 മണിക്കാണ് കേട്ടോ. തുടങ്ങിയത് 7:40 ആയിട്ടാ. ഞങ്ങൾ കുറെ നേരം അവിടെ നോക്കിയിരുന്നു, ഇന്ന് തുടങ്ങോ. എല്ലാവർക്കും അവിടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണോ. ഷോ ഉണ്ടാവോ ഉണ്ടാവില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് കറക്റ്റ് 7:40 ആയപ്പോ പരിപാടി തുടങ്ങി. അപ്പൊ ഷോയുടെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഈ വീഡിയോന്റെ ഒപ്പം ആഡ് ചെയ്യാം. ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അവിടെ നടക്കുന്ന ഈ പരിപാടി. ഏകദേശം 20 മിനിറ്റ് നേരമാണ് ഈ ഷോ ഉണ്ടാവുന്നത്. അത് തന്നെ നമുക്ക് കണ്ണിന് അത്രത്തോളം എൻജോയബിൾ ആയിട്ടുള്ളതും പിന്നെ ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന ഒരു ലേസർ ഷോ ആയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത്. നിങ്ങൾ ഇതിനു മുന്നേ കാണാൻ സാധ്യമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. First one, the Adiyogi. He transmitted the profound science of yoga in its full depth and dimension. Intoxicated raptures. The sacred science of yoga in all its forms to human habitations. എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള ഒരു പെർമിഷൻ ഇവര് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയം ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി അവിടെയുള്ള മ്യൂസിയം യോഗ കുറെ കാര്യങ്ങളുണ്ടെന്നാണ് അവിടെ അറിഞ്ഞത്. അവിടേക്കൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ ഏകദേശം ഒരു 8:30 കൂടിയിട്ട് അവിടെ ഇതെല്ലാം കണ്ടിട്ട് റിട്ടേൺ ചെയ്യാണ്. കുറേ അധികം ഫോട്ടോസുകളും പിന്നെ അവിടെ പല നാടുകളിൽ നിന്ന് മാക്സിമം നോർത്ത് ഇന്ത്യൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ എത്ര അധികം ഉണ്ടെങ്കിൽ കൂടിയും. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങളൊക്കെ വന്നിരിക്കേണ്ട സ്ഥലമാണ്. വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 12 മണി എന്തായാലും ആവും. അതുവരെ നമ്മൾ ബൈക്കിൽ തന്നെ പോകണം. അതുകൊണ്ട് തന്നെ വീഡിയോ തൊട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ
മസ്റ്റായിട്ട് കണ്ടിരിക്കണം. നമ്മൾ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നതാണ്. ഒരു 150 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പെഷ്യൽ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മസ്റ്റായിട്ട് വന്നിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.